ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കുബ്ബൂസിന് പകരമായി കഴിക്കുന്ന കുബ്ബൂസിൻ്റെ അതേ ടേസ്റ്റിൽ അതിലും കൂടുതൽ രുചിയിൽ നമുക്ക് ഒരു റെസിപ്പി തയ്യാറാക്കാം. അത് രണ്ട് തരത്തിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ഈ ഒരു ഒറ്റ മാവ് കൊണ്ട് രണ്ട് തരം സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതാത് സമയം കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്കറിലിട്ട് ഒരു നുള്ള ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണിത്. ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കളയൊന്നും വേണ്ട കേട്ടോ. ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്നാക്സ് നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ എന്ത് നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ ദാ അതും ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 കപ്പ് മൈദപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ കൈ കൊണ്ട് ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതാ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏകദേശം. അതിന് ശേഷമാണ് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നത്. ഇനി നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓയിലൊന്ന് ചൂടാവുന്ന സമയം നമ്മളിതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മാവ് മൈദയിലൊന്ന് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ടെല്ലാം കുഴച്ച് വെച്ചതാണ്. അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് നമ്മൾ ഉരുളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയും കൂടെ ഞാൻ ഇതുപോലെ ഉരുളാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് 2 തരം സ്നാക്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഓരോ ഉരുളകൾ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണം ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം അടിഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 3 മറിച്ചിട്ട് കൊടുത്തു. അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു കളർ വരുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുബ്ബൂസിൻ്റെ ടേസ്റ്റാണ്. കുബ്ബൂസിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി വെക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ബാക്കിയുള്ളൊരു മൂന്നെണ്ണോ നാലെണ്ണോ ഇട്ട് കൊടുക്കാം. അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ലൊരു കറി കൂട്ടിയിട്ട് ഇത് നല്ലൊരു ടേസ്റ്റോട് കൂടെ നമുക്കിത് സ്നാക്സ് ആയിട്ടും ഡിന്നറിനും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഞാൻ മറ്റൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിൽ നിന്നും തന്നെ ഈ ഒരു മാവ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു ഉരുളെടുത്ത് കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലെ കുറച്ച് കറുത്ത എള്ള് ഇട്ടെടുക്കുക. ഇനി വെളുത്ത എള്ളുണ്ടെങ്കിൽ വെളുത്ത എള്ളും ഇട്ടെടുക്കുക. രണ്ടും ഇട്ടെടുക്കുക. ഏതെങ്കിലും ഒന്നാണെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണില്ലെങ്കിൽ നിങ്ങളൊരു ഫ്രൈ പാനിൽ ഒരു തുള്ളി ഓയിൽ ഒഴിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ പൊരിക്കണം എന്നില്ല. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ബോൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.